ഇസ്ലാമിന്റെ കുറച്ച് ഗ്രൂപ്പുകളോ വ്യക്തികളോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഇടരുത് എന്ന് പറയുമ്പോൾ ഇസ്ലാം ഒരു നല്ല മതമാണ്. ഉദ്ദേശിക്കുന്ന എന്താണ്? ഇസ്ലാം ഒരു നല്ല മതമാണ്, മികച്ച മതമാണ്, അതിന് യാതൊരു കുഴപ്പമില്ല ആ മതത്തിന്. പക്ഷെ ആ മതത്തിൽ ചില ആൾക്കാർ എന്തെങ്കിലും ചെയ്താൽ അത് ആ മതത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് വ്യക്തികളുടെ കുഴപ്പമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഈ യൂട്യൂബിൽ ഇസ്ലാമിക മൗലവിമാരെല്ലാം പറയുന്നത്. ഇത് സാമല്ല പറയുന്നത്. എം അക്ബർ മുതൽ ഇങ്ങോട്ടുള്ള ഈ താഴെയോട്ടുള്ള മദ്രസ ഉസ്താദന്മാർ വരെ ഈ പിള്ളേരെ കുണ്ടിക്കടിച്ചതിന് പിടിച്ച് ജയിലിലിട്ട് ഉസ്താദിനോട് പോയി ചോദിച്ചവരും അങ്ങനെ തന്നെ പറയും. മനസ്സിലായോ? ഈ പിള്ളേരെ കുണ്ടിക്കടിക്കുന്നതിന് ഉസ്താദന്മാരെ എന്തുമാത്രം ഡെയിലി അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു മൗലവിയോട് ചോദിച്ചു നോക്കെ. ഇതൊക്കെ ഇസ്ലാം പഠിച്ചവർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ അവരെന്തു പറയും? അത് യുക്തിവാദിയാന്ന് പറയും. അത് യുക്തിവാദിയാണ്, അവൻ നിരീശ്വരവാദിയാണ്, അവൻ മുസ്ലിം അല്ല. ഇസ്ലാമിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ അങ്ങനെ ചെയ്തിട്ട് അവൻ നിരീശ്വരവാദിയാണ്. ഡെയിലി 10ഉം 15ഉം ഉസ്താദന്മാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇസ്ലാമിലുള്ള മൗലവിമാരെല്ലാം നിരീശ്വരവാദികളാണോ? ഇസ്ലാമിലുള്ള ഈ മതം പഠിപ്പിക്കുന്നവരെല്ലാം യുക്തിവാദികളാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഇവരെപ്പോഴും പറയും, ഇസ്ലാമിലില്ലെന്നാ പറയുന്നത്. ഇസ്ലാമിലേക്ക് നിങ്ങൾ കെട്ടരുത്. ഇസ്ലാമിലേക്ക് നിങ്ങൾ കൊണ്ടേ കെട്ടരുത്. ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യം. ഇപ്പൊ രഞ്ജി ശ്രീനിവാസനെ കൊന്നു, ജോസഫ് മാഷിന്റെ കൈവെട്ടി, പള്ളി ഈ താലിബാനിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഒക്കെ പൊളിച്ചു കളയുന്നു. ബോക്കോ ഹറാം ആഫ്രിക്കയിലിട്ട് ക്രിസ്ത്യാനികളെ ഇട്ട് കൊല്ലുന്നു. ഹമാസുകാർ ജൂതന്മാരെ കൊല്ലുന്നു, അവരുടെ കുട്ടികളെ വരെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. ഇതൊന്നും ഇസ്ലാമല്ല. ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ചു അത് ചില വ്യക്തികൾ ചെയ്യുന്നു. ആ വ്യക്തികൾ, അവൻ ചിലപ്പോ മാനസിക രോഗിയായിരിക്കാം, അവൻ ചിലപ്പോ ഭ്രാന്തനായിരിക്കും. ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഈ യൂട്യൂബിലെ എം അക്ബർ മുതൽ ഒരു മദ്രസ ഉസ്താദിനോട് വരെ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ തെറ്റുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളി ഇമാമിനോട് പോയി ചോദിച്ചു നോക്ക്. ഇവിടെ നടക്കുന്ന ഇസ്ലാമിക പോക്കൃത്തരങ്ങളും ഇസ്ലാമിക ദണ്ഡിത്തരങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. ഇതൊക്കെ നീ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നതാണോ? ഇതൊക്കെ മുഹമ്മദ് നബിയുടെ മാതൃകയാണ്? ഒന്നുമല്ല. ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ ശുദ്ധ മതം തന്നെയാണ്. ഞങ്ങളുടെ മതത്തിന്റെ അത്രയും മികച്ച മതം ലോകത്തില്ല. ഞങ്ങളുടെ മതത്തിന്റെ അത്രയും മികച്ച മതം ലോകത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആ മതത്തിലെ പെട്ട ചില വ്യക്തികൾ ചെയ്യുന്നു. അത് നിങ്ങളിൽ കള്ളന്മാരില്ലേ? യുക്തിവാദികളിൽ തന്നെ കള്ളന്മാരില്ലേ? പെണ്ണുപിടുത്തക്കാരില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അവർ പറയും ക്രിസ്ത്യാനികളിൽ തന്നെ ഇല്ലേ മോശക്കാരില്ലേ, ഹിന്ദുക്കളിൽ മോശക്കാരില്ല. ഒക്കെ മതത്തിന്റെ കുഴപ്പമാണ്. അവരന്നേരം ഒന്ന് ബാലൻസ് കളിക്കും. മനസ്സിലായോ? അങ്ങനെ പറയുമ്പോ നമ്മൾ ഓർക്കുമല്ലോ. ഇപ്പൊ ക്രിസ്ത്യാനി, ഇപ്പൊ സുകുമാരക്കുറുപ്പ് കാശിന് വേണ്ടി പെട്രോൾ ഒഴിച്ച ഒരാളെ കത്തിച്ചു, അവരുടെ മതം പറഞ്ഞാണോ? സുകുമാരക്കുറുപ്പ് ഹിന്ദു പാർട്ടിപ്പെട്ടവനല്ലോ. സുകുമാരക്കുറുപ്പിന്റെ മതം പറഞ്ഞിട്ടുണ്ടോ? ഇനി കളമശ്ശേരിയിൽ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർട്ടിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അയാൾ പോയി 5-6 പേരെ ആ യഹോവ സാക്ഷികളുടെ ഹാളിൽ പോയി ബോംബ് പൊട്ടിച്ച് കൊന്നു കളഞ്ഞു. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇവര് ചോദിക്കും നമ്മളോട്. കാരണം എന്താ അറിയോ? ഇവരുടെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി. ഇത് തന്നെയാണ് എം അക്ബറിന്റെ ഒക്കെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിക്കോ. എം അക്ബർ, സാക്കിർ നായിക്, ഈ അബ്ദുൽ നാസർ മദനി, ഈ ഹാരിസ് മദനി, ഈ അലിയാർ കാസിമി, മുജാഹിദ് ബാലിശ്ശേരി തുടങ്ങിയ ഒരുപാട് പേരുണ്ടല്ലോ യൂട്യൂബ് മൗലവിമാര്. ഇവരുടെ ഒക്കെ വീഡിയോകൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയേ. അതിലൊക്കെ ഇങ്ങനെ അവർ സാമാന്യവൽക്കരിക്കും, ബാലൻസ് ചെയ്യും. ഏത് മതങ്ങളിലെ ഓരോരുത്തരെ കാണിച്ചിരിക്കുന്ന പോക്കൃത്തിനും എടുത്ത് ഇതേ അവൻ അങ്ങനെ ചെയ്തു, ഇതേ ഡേവിഡ് അവിടെ ഇങ്ങനെ ചെയ്തു, ഇതേ നാരായണൻ ഇവിടെ ഇങ്ങനെ ചെയ്തു, ഇതേ സുമതി ഇവിടെ ഇങ്ങനെ ചെയ്തു, അതേപോലെ ഷേർലി അങ്ങനെ ചെയ്തു. ഇതൊക്കെ അവരുടെ മതത്തിൽ പറഞ്ഞാണോ? അപ്പൊ ശരിയാണ്, മതത്തിൽ പറഞ്ഞാണ്. ഇപ്പൊ മാർട്ടിൻ പോയി യഹോവ സാക്ഷിയുടെ ആളിൽ പോയി ബോംബ് ഒടിച്ച് കുറെ എണ്ണത്തിന് കൊന്നു. അത് ബൈബിളിൽ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ഇല്ല. നമ്മളും പറയും ഇല്ല എന്ന് പറയും. ഇസ്ലാമിനെ പഠിക്കാത്തവൻ പറയും ഇല്ല എന്ന് പറയും. ഇത് തന്നെയാണ് ഞങ്ങളുടെ മതത്തിലും വന്നിരിക്കുന്നത്. ബട്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടുണ്ട് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞല്ല. അത് ജോസഫ് മാഷിനോട് വൈരാഗ്യമുള്ള കുറെ പേര് പോയി ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ അവര് സാമാന്യവൽക്കരിക്കും. അതായത് യഥാർത്ഥ വിഷയത്തെ ഇവർ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ സത്യം അതാണ്. ഇത് തന്നെയാണ് സാമു ഇവിടെ ചെയ്യുന്നത്. ഈ സാമെന്ന് പറഞ്ഞ ആള് ഇവിടെ വന്ന് ചെയ്തവന്റെ ഇതൊക്കെ തന്നെയാ. ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് മനസ്സിലായത്. അതുകൊണ്ട് രണ്ടാമത് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇയാൾ എന്നെ കണ്ടപ്പോ ഓടിയത്. എന്നെ കണ്ടപ്പോഴാണ് അയാൾ ഇറങ്ങിപ്പോകുന്നത്. സാം ഞാൻ വന്നപ്പോ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എന്നെ കണ്ടു, അപ്പൊ ഇറങ്ങി ഓടി. കാരണം എന്താ? അയാൾക്കറിയാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ ഒരു ആയത്തൊക്കെ ഓതി ക്ലിയർ ആയിട്ട് വന്നപ്പോഴാണ് എനിക്ക് എന്റെ ഡ്യൂട്ടി വന്നതും എനിക്ക് പോകേണ്ട വന്നതും. ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ISS-ഉം ICS-ഉം താലിബാനും ജമാഅത്തെ ഇസ്ലാമിയും ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടി വരും, ഈ രഞ്ജി ശ്രീനിവാസനെ കൊന്ന ഇന്നലെ തൂക്കുവേറിന് വിധിച്ച 15 ഒക്കെ ചെയ്ത് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഒക്കെ ചെയ്ത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിന് ക്ലിയർ ആയിട്ട് ഖുർആൻ വാക്യമുണ്ട്. അള്ളാഹുവിനെ അവന്റെ ഭൂമിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും വെട്ടുക.
5:33 പറയുന്നത് ഇന്നമാ ജസാഉല്ലദീന യുകാരിബൂനല്ലാഹു വറസൂലഹു ഫയസ്കൂന ഫിൽ അർളി ഫസാദൻ വയുഖതലു വയുസല്ലബു ഔ തുഖത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഫയൻഫഉ ഫിൽ അർളി ദാലിക ലഹും ഹിസ്യും ഫിദ് ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അതിന്റെ അർത്ഥം അള്ളാഹുവിനെയോ അവന്റെ ദൂതനെ അതായത് മുഹമ്മദ് നബിയോ എതിർക്കുകയോ ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുകയോ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ അതായത് വയ്യു കത്തലു എന്നവർ അതായത് കൊല്ലപ്പെടുക, അവയു സല്ലബു അതായത് ക്രൂശിക്കപ്പെടുക. അത് കഴിഞ്ഞ് പറയാണ് അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്നും ചെയ്ത്. ഖിലാഫ് എന്ന് പറഞ്ഞാൽ എതിർദിശ എന്ന വിപരീത ദിശയ്ക്ക് അറബിയിൽ പറയുന്ന വാക്കാണ് ഖിലാഫ്. അവിടെ പറയാണ് ഐദീഹിം അർജുലുഹും. ഐദീഹിം എന്ന് പറഞ്ഞാൽ കൈകൾ, അർജുലുഹും എന്ന് പറഞ്ഞാൽ കാലുകൾ. ഖിലാഫിൻ ഔത്തുക്കത്ത എന്ന് പറഞ്ഞാൽ വെട്ടിമുറിക്കാം. ഭാഷ പറഞ്ഞ ഖിലാഫിൻ എതിർദിശകളിൽ നിന്നും അതായത് അവരുടെ കൈകളും കാലുകളും എതിർദിശകളിൽ നിന്നും ഛേദിക്കുകയോ അവരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുകയോ വയുൻഫില്ലർലി എന്ന് പറഞ്ഞാൽ അവരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുകയോ ചെയ്യുക എന്നതാവുന്നു. എന്നിട്ട് പറയുകയാണ് അത് അവർക്ക് ഈ ഭൂമിയിലുള്ള ശിക്ഷയാണ്, ഇനി പരലോകത്ത് ഇതിലും വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. മനസ്സിലായോ? അതായത് ജോസഫ് ഭാഷന് ഇനി ഇതിലും വലിയ ശിക്ഷ അവിടെ കാത്തിരിക്കുക. മറിച്ച് ഇവർക്കോ ഈ കയ്യും കാലും വെട്ടിയവർക്കോ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാറു ഖാലിദീന ഫീഹാ. ഖുർആൻ പറയാണ് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോപ്പുകൾ അവരെ കാത്തിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട്? 78:33 പറയുന്നു കൂർത്തു പൊന്തിയ മുലകളുള്ള തരുണീമണികളെ അവർക്ക് അവിടെ കിട്ടും. അത് കഴിഞ്ഞ് പറയുന്നു പതഞ്ഞു പൊന്തുന്ന മദ്യ ചഷകങ്ങളും അവർക്ക് അവിടെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതല്ലേ ജോസഫ് ഭാഷനെ അവർ പോയി ചെയ്തത്? ജോസഫ് ഭാഷ ചെയ്ത് ഖുർആനിൽ പറഞ്ഞതല്ലേ? ഇനി രഞ്ജി ശ്രീനിവാസനെ 15ഓളം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പോയി വീട്ടിൽ കയറി മാതാവിന്റെയും മാതാപിതാക്കളുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും മുമ്പിലിട്ട് കൂടം കൊണ്ട് തലക്കടിച്ച് ചിന്ന ഭിന്നമാക്കിയ ആ മനുഷ്യനെ വളരെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതാണോ? ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതല്ലേ? ഖുർആൻ പറയുന്നു 9:123 ഖുർആൻ പറയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഖാതലുല്ലദീന യലൂനകും മിനൽ കുഫാരി വയജിദു ഫീകും ഇല്ലതൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ അല്ലയോ വിശ്വാസികളെ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ വിളിക്കുന്ന ഖുർആൻ. അല്ലയോ മുഅ്മിൻ എന്നാണ് വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന എപ്പോഴും മുഅ്മിൻ എന്നാണ്, അതായത് സത്യവിശ്വാസി. സത്യവിശ്വാസികൾ മുസ്ലിമുകൾ മാത്രമേ ഉള്ളൂ സത്യവിശ്വാസികൾ. ബാക്കിയുള്ളവരെ വിളിക്കുന്ന കാഫർ എന്നാണ്. ബാക്കിയുള്ളവരല്ല അവിശ്വാസി. കാഫർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി, മൂമിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. മൂമിൻ ആരാണ്? മുസ്ലിമാണ്. മനസ്സിലായി? എന്നിട്ട് അവിടെ പറയാണ് നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായ അമുസ്ലിമിനോട് യുദ്ധം ചെയ്യുക, കൂടാതെ അവനോട് ആ യുദ്ധത്തിൽ രൂക്ഷത കാണിക്കുകയും ചെയ്യുക. ഖാതലുല്ലദീന യലൂനകും മിനൽ കുഫാരി വയജിദു ഫീകും ഇല്ലതൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അതായത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ അമുസ്ലിം, നമ്മുടെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിന്റെ അടുത്തൊരു അയൽവാസിയായിട്ട് ഒരു കാഫർ ഉണ്ടെങ്കിൽ, അതായത് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഒരു യുക്തിവാദിയോ ഒരു നിരീശ്വരവാദിയോ ഒരു ജൂതനോ ഒക്കെ ഉണ്ടെങ്കിൽ അവനോട് പോയി യുദ്ധം ചെയ്യണം. ചുമ്മാ യുദ്ധം പോരാ, ആ യുദ്ധത്തിൽ അവനോട് രൂക്ഷത കാണിക്കണം. മനസ്സിലായോ? 9:123 സൂറത്തുൽ തൗബ 123 വാക്യമാണ്. അതല്ലേ രഞ്ജി ശ്രീനിവാസനോട് ഈ 15 പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ചെയ്തത്? സ്വന്തം മാതാവിന്റെയും ഭാര്യയുടെയും കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് കൂടം കൊണ്ട് തലയടിച്ച് തെറിപ്പിച്ചത്. ഒരാളെ കൊല്ലാൻ ഇങ്ങനെ വേണം. 56 വെട്ടാ പിന്നെ വെട്ടിയത്. 56 വെട്ടാണ് പിന്നെ 10-11 പേര് കൂടി വെട്ടിയത് ആ മനുഷ്യനെ. അങ്ങനെയൊക്കെ കൊല്ലണം ഒരു മനുഷ്യനെ? ആ മനുഷ്യനെ കൊല്ലാൻ ഇത്ര പാടുകൊണ്ട് ഒരു പിച്ചാത്തി വെച്ച് കുത്തിയാൽ ആരെയും മരണപ്പെടും, അല്ലെങ്കിൽ ഒരു വെട്ടിന് ഒരാൾ മരിക്കും, ഇല്ലേ? പക്ഷെ ആ മനുഷ്യനെ ഇത്ര ക്രൂരമായിട്ട് അവർ കൊലപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്നേ. ഇനി ഒരു കാര്യം നിങ്ങൾ ചോദിക്കാം, ഒരു നിരപരാധിയല്ലായിരുന്നു ആ മനുഷ്യൻ? രഞ്ജി ശ്രീനിവാസൻ നിരപരാധിയാണ്. ഇപ്പൊ അതിനു മുമ്പ് ഷാൻ എന്ന് പറഞ്ഞൊരു പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദിയെ കൊന്നതിന് പ്രതികാരമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ എന്തിനീ നിരപരാധിയെ കൊന്നു? എന്തിനീ നിരപരാധിയെ കൊന്നു? ഈ പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് ഈ രഞ്ജി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഈ നിരപരാധിയാണ് കൊന്നുകളഞ്ഞത്. അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾക്കറിയാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു മിനിറ്റ് സ്പിരിച്വൽ തീർത്തോട്ടെ. ഒരു നിരപരാധിയാണ് വന്ന് ഇപ്പൊ ഷാനെ കൊന്ന ആൾക്കാരെയാ കൊന്നെങ്കിൽ നമുക്ക് കൊന്ന കൊലയാളിയെ കൊന്നു എന്ന് നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ ഒരു നിരപരാധി, ഒന്നും ചെയ്യാത്ത ഈ കൊലപാതകി, ഷാന്റെ കൊലപാതകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു നിരപരാധിയായ മനുഷ്യനെ വന്ന് ആണ് ഇങ്ങനെ രൂക്ഷമായിട്ട് വന്നത്. കാരണം എന്താണ്? അത് ഈ ആയത്ത് തന്നെയാണ് സഹോദരങ്ങളെ. 9:123 പറഞ്ഞിരിക്കുന്ന ആയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ ആ മുസ്ലിമിനെ പോയി കൊല്ലുക, അവനോട് പോയി യുദ്ധം ചെയ്യുക, കൂടാതെ അവനോട് ആ യുദ്ധത്തിൽ അവനോട് രൂക്ഷത കാണിക്കുകയും ചെയ്യുക.
മനസ്സിലായോ? അപ്പൊ നിരപരാധിയാണോ ആരായാലും കുഴപ്പമില്ല, ഒരു അമുസ്ലിമിനെ കൊന്നാ മതി. പക്ഷെ അമുസ്ലിമിനെ കൊല്ലുമ്പോ രൂക്ഷത കാണിക്കുകയും ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് രഞ്ജി ശ്രീനിവാസന് വന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഇങ്ങനെ രൂക്ഷമായിട്ട് വന്നത്. അപ്പൊ അവരുടെ മതം പറഞ്ഞതാണോ, ഏതാനും വ്യക്തികൾ മാത്രം ചെയ്തതാണോ, ഏതാനും വ്യക്തികൾക്ക് എന്തോ ഒരു കുടില ബുദ്ധി തോന്നി വന്നേച്ച് അവരത് ചെയ്തതാണോ, അല്ല അവരുടെ മതം പറഞ്ഞ ഖുർആനിൽ അക്ഷരസ്ഫുടമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു നിരപരാധിയും കൊല്ലാം, അമുസ്ലിം ആയിരിക്കണമെന്നേ ഉള്ളൂ. അമുസ്ലിം ആയാൽ ആരെയും കൊല്ലാമെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഖുർആൻ ചുമ്മാ കൊന്നാ പോലെ രൂക്ഷത കാണിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരായത്തിൽ ഖുർആനിൽ പറയുന്നുണ്ട് ശവത്തിന്റെ വിരൽ അരിഞ്ഞെടുക്കണമെന്ന് അമുസ്ലിമിനെ. അമുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ അവന്റെ കൈവിരലുകൾ നിങ്ങൾ ഛേദിച്ചെടുക്കണം. അതായത് ശവത്തെ വരെ വികൃതമാക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഹമാസ് ഈയിടെ ജൂതന്മാരെ കൊണ്ടുപോയില്ലേ, തട്ടിക്കൊണ്ടുപോയ ജൂതന്മാരുടെ ശവം വികൃതമാക്കിയെന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലായിരുന്നോ? അവരുടെ ശവം വികൃതമാക്കിയിരിക്കുന്നു, അവരുടെ കൈകാലുകൾ ഛേദിച്ചിരിക്കുന്നു, അവരുടെ ഗുഹ്യഭാഗങ്ങളിലൂടെ കുന്തം കുത്തി ഇറക്കിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിരുന്നു. ശവം വികൃതമാക്കും, കാരണം അതും ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതാണ്. ശവം വികൃതമാക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞു. കൊന്നു കഴിഞ്ഞിട്ട് അവന്റെ വിരലുകൾ അരിഞ്ഞെടുക്കണമെന്ന് വരെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശവം വികൃതമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നോ ഏതെങ്കിലും വ്യക്തികൾ പോയി ചെയ്തതാണോ, ഹമാസുകാർ ഏതെങ്കിലും വ്യക്തികൾ പോയ ജൂതന്മാരെ എടുത്തതാണോ, അത് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഹമാസുകാർ ചെയ്തതാണോ? നിങ്ങൾ ചിന്തിക്കണം. സാമിനെ പോലെ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വരുന്നവർ ചിന്തിക്കുക. നിങ്ങൾ ഖുർആൻ പഠിക്കണം. ആദ്യം പോയി നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ 9:29 പറയുകയാണ്, യാ അയ്യുഹൻ നബിയ്യു ജാഹിദ് യാ അയ്യുഹല്ലദി ഹുവല്ലദി അർസല റസൂല ബിൽ ഹുദാ വദീനൽ ഹഖി യുദ്ഹിറഹു അല്ലദീന കുല്ലിഹാ വലൗ കരിഹൽ മുശ്രികൂൻ. 9:29. അതിന്റെ അർത്ഥം അള്ളാഹ് പറയുകയാണ്, ഞാൻ എന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി, അള്ളാഹുടെ ദൂതൻ മുഹമ്മദ് നബിയാണ്. ഞാൻ എന്റെ ദൂതനെ സത്യമാർഗവും സത്യമതവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. അതായത് സത്യമാർഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മാർഗം, സത്യമതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം. ഹുവല്ലദി അർസല റസൂല ബിൽ ഹുദ എന്നാ പറഞ്ഞിരിക്കുന്നത്. സത്യമാർഗവും ഹുവല്ലദി എന്ന് പറഞ്ഞാൽ വിടുക, അർസല റസൂല എന്റെ ദൂതനെ ഞാൻ അയച്ചത്, വൽ ഹുദ വദീനൽ ഹഖി അതായത് സത്യമാർഗവും സത്യമതവുമായിട്ട്, അല്ലദീന കുല്ലിഹാ വലൗ കരിഹൽ മുശ്രികൂൻ മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. ലാസ്റ്റ് പറയുന്ന വലവ് കരിഹൽ മുശ്രിക്കൂ എന്ന് പറഞ്ഞാൽ അത് ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും ശരി. മനസ്സിലായോ? ബഹുദൈവ വിശ്വാസികൾക്ക് അമുസ്ലിമീങ്ങൾക്ക് എത്ര അരോചകമായാലും എത്രയധികം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്റെ ദൂതനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, ഇസ്ലാം മതവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് മറ്റു മതങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്നിരിക്കുന്ന ആശയം, ഇഖാമത്തുദ്ദീൻ. ജമാഅത്തെ ഇസ്ലാമിനെ ഒക്കെ പൊക്കി പറയുന്നുണ്ടല്ലോ, ഇവിടെ മീഡിയാവൻ ചാനലിനെ ഒക്കെ നിങ്ങൾ പൊക്കി പറയുന്നുണ്ടല്ലോ, പറയുന്ന പല മുസ്ലിമീങ്ങളും ഉണ്ടല്ലോ. അവരുടെ ലക്ഷ്യം എന്താണ്? ഇഖാമത്തുദ്ദീൻ. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംസ്ഥാപനം. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ദീനിന്റെ സംസ്ഥാപനം. ദീനിന്റെ സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളതെല്ലാം ഇസ്ലാമാക്കുക, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഇസ്ലാമാക്കുക. 8:29 ഖുർആൻ പറയുന്നു, ഖാത്തലഹും ഹത്താ ലാ തകൂനു ഫിത്നതൻ വയകൂനു ദീൻ അല്ലാഹ്. മതം മുഴുവൻ അല്ലാഹുവിനാകുന്നത് വരെ നിങ്ങൾ അന്യരോട് യുദ്ധം ചെയ്യുവീൻ. ഇപ്പോഴും മതം അല്ലാഹുവിനായ പൂർണ്ണമായിട്ടും ഇല്ലല്ലോ. ഇപ്പോഴും ലോകത്തെ രണ്ടാമത്തെ മതം മാത്രമാണ് ഇസ്ലാം മതം. ഇല്ലേ? ലോകത്ത് 750 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 150 കോടി മാത്രമേ ഉള്ളൂ മുസ്ലിമീങ്ങൾ. ബാക്കി 600 കോടിയും അമുസ്ലിമീങ്ങളാണ്, കാഫിറുകളാണ്. അപ്പൊ ഈ 600 കോടിയെ മുസ്ലിമാക്കിയാൽ മാത്രമേ ഈ 8:29 ആയത്ത് പൂർണ്ണമാവുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ഐസിസുകാരും താലിബാൻകാരും പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്തെ ഇസ്ലാമിയും കേരള നദ്വത്തുൽ മുജാഹിദീനും ബൊക്കോ ഹറാം പോലുള്ള ഹമാസ് തീവ്രവാദികളെ പോലുള്ള ലോകത്തുള്ള 10,000-ഓളം ഇസ്ലാമിക തീവ്രവാദികളും ജമാഅത്തെ ഇസ്ലാമിയെയും ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമീനെയും കേരള നദ്വത്തുൽ മുജാഹിദീനെയും പോപ്പുലർ ഫ്രണ്ടിനെയും പോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 8:29 ആയത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇസ്ലാമിലെ ഈ ഇത്തരം പോക്കൃത്തരങ്ങൾ, രഞ്ജി ശ്രീനിവാസനെ കൊന്ന പോക്കൃത്തരം, DJ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോക്കൃത്തരം, ഓരോ പള്ളികളിൽ പോയി ബോംബ് പൊട്ടിക്കുന്ന പോക്കൃത്തരം, ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നതാണോ? ഖുർആൻ പറഞ്ഞ പ്രകാരമാണോ? അതോ ഏതെങ്കിലും വ്യക്തികൾ, സാമു നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്നതാണോ? അല്ല, ഇസ്ലാം തന്നെ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. ഭൂമി മുഴുവൻ ഇസ്ലാമാക്കുക, മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ അന്യരോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെയല്ലേ ഇവരൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത്? അപ്പോൾ ഇസ്ലാമിനെ പോലുള്ളവർ ഇസ്ലാമിനെ വെള്ളപൂശാൻ എന്തിനാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? എനിക്ക് ഇസ്ലാമിനെ വെള്ളപൂശാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ സുഡാപ്പികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനി നിങ്ങൾ
ഇസ്ലാമിനെ വെള്ളപൂശിയതുകൊണ്ട് കാര്യമില്ല, ഇനി നിങ്ങൾ ഖുർആനെ വെള്ളപൂശിയതുകൊണ്ട് കാര്യമില്ല, ഇനി നിങ്ങൾ മുഹമ്മദിനെ മാനവരിൽ മഹോന്നതനെന്ന് എഴുന്നള്ളിച്ചത് കൊണ്ട് കാര്യമില്ല. ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ഇസ്ലാമിലെ പൊള്ളത്തരങ്ങൾ, ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങൾ, ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന പരമത വിദ്വേഷങ്ങൾ, ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ വിരുദ്ധതകൾ എല്ലാം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ വെള്ളപൂശിയത് കൊണ്ട് കാര്യമില്ല, ഇനി നിങ്ങൾ വെളുപ്പിച്ചത് കണ്ടു കാര്യമില്ല. ഇനി നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ സ്വയം നന്നാവുക, വേറൊരു മാർഗവുമില്ല. ഒരു വ്യത്യാസം എന്താണെന്നറിയോ, നാസർഭായി പണ്ട് പറഞ്ഞത് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ചങ്ങാതി ഇനിയിപ്പോ ഒരു പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കുക വെച്ചാല് ക്രിസ്ത്യാനികളൊന്നും അവനൊരു മാർട്ടിനാണ്, അവൻ വളരെ നല്ല കാര്യം ചെയ്തതാണ്, അവൻ മതത്തിന് വേണ്ടി അങ്ങനെ ചെയ്തവനാണെന്ന് വിചാരിച്ചിട്ട് ആ പുള്ളിയെ ജയിപ്പിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ജോസഫ് മാഷ് കൈവെട്ടി മത്സരിച്ചപ്പോ ഇവരൊക്കെ പോയിട്ട് വോട്ട് ചെയ്തല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദി അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവനെ ഏതെങ്കിലും മഹലിൽ നിന്നേ വരെ ഒഴിവാക്കിയതായിട്ട് എവിടെയെങ്കിലും ന്യൂസ് ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർക്ക് അത് മതപരമായിട്ട്, കാരണം അവർ വിശ്വസിക്കുന്ന എന്താ വെച്ചാല് നാസർഭായിക്ക് അറിയാം അതിന്റെ ആയത്ത് എന്താണെന്ന് അറിയില്ല. നിന്റെ ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്താൽ അത് മറച്ചു പിടിക്കുക എന്നുള്ളത് മറ്റൊരു മുസ്ലിമിന്റെ കർത്തവ്യമാണ്, അതിന്റെ പ്രതിഫലം അവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവര് പിടിച്ചു കൊടുക്കാത്തത്, പ്രതിയെ പിടിച്ചു കൊടുക്കാത്തത്. ഇഷ്ടമല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ലെങ്കിലും അത് പഠിച്ചവന് ഇറക്കാത്തതാവുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇവരിത് പഠിക്കുന്നത്. അപ്പൊ കുഴപ്പക്കാരൻ തന്നെ ജോസഫ് മാഷ് പറഞ്ഞ മാതിരി ഇവരൊക്കെ കിതാബിന്റെ ഇരകളാണെന്നേ. അതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയുമ്പോൾ ഇവർക്ക് നമ്മളോട് ദേഷ്യം, നമ്മൾ കിതാബിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. കിതാബിലുള്ളത് നമ്മൾ പറഞ്ഞു, നാസർഭായി പറഞ്ഞതെന്ന് പറഞ്ഞു, അത് വ്യക്തമായിട്ട് പറയാം. അറബിന്ന് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നൊന്നുമില്ലല്ലോ. ഞാൻ തന്നെ കോഴിക്കോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും അർത്ഥം ഒന്നും തന്നെയല്ലേ. ഞാൻ കോഴിക്കോട്ടേക്ക് പോകണമെന്നല്ലേ ഇതിന് പറയുമ്പോ. പിന്നെ ഇവര് ന്യായീകരിക്കാൻ പറയുന്നതാണ് കോണ്ടെക്സ്റ്റ്, ആ കോണ്ടെക്സ്റ്റ് നോക്കണം എന്ന് പറയും. ഇതൊക്കെ ആരെ പറ്റിക്കാനാണത്? അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. നാസർഭായി പറഞ്ഞതിൽ കൂടുതലല്ല. പിന്നെ നാസർഭായിയുടെ ഒരു കാര്യം ചോദിക്കാനുള്ള വെച്ചാൽ ഈ ക്ലബ് ഹൗസിൽ അല്ലെങ്കിൽ അന്ന് 6-ാം നൂറ്റാണ്ട് ക്ലബ് ഹൗസ് ഇല്ല, പക്ഷെ പൊതുസമൂഹത്തിൽ വന്നിരുന്നിട്ട് കിതാബിനെയും ഈ ഇവരെ ന്യായീകരിക്കുന്നതിന് അതിന് പ്രത്യേകിച്ച് വല്ല പ്രതിഫലം അങ്ങനെ വല്ലതും ഉണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല ചിലരൊക്കെ വന്നിട്ട് വാശിയോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത് എനിക്ക് പല പൊതു സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്ന് പിന്നെ ക്ലബ് ഹൗസും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പർക്ക് പിന്നെ ഇപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ല. അന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ ദൈവമല്ലേ, പുള്ളിക്ക് അത്ര വിവരമൊന്നും ഇല്ലല്ലോ. അപ്പോ ദൈവമല്ല മുഹമ്മദിന് അത്ര വിവരം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം, ഒരു അക്കാഡമിക് പർപ്പസ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ആയത്തുകളും ഇസ്ലാമിനെ ന്യായീകരിക്കുകയോ ഇസ്ലാമിനെ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നതിന് പ്രതിഫലം ഉണ്ടെന്ന് ഖുർആനിലെ ഹദീസുകളിലൊക്കെ ഉണ്ട്. അതായത് ഇസ്ലാമിനെ ന്യായീകരിക്കുക, ഇസ്ലാമിനെ വെള്ളപൂശുക, അതിനാണ് തക്കിയ എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിനെ രക്ഷിക്കേണ്ടടുത്ത് നുണ പറഞ്ഞു ഇസ്ലാമിനെ രക്ഷിക്കാൻ മുഹമ്മദ് നബി കൽപ്പന കൊടുത്തു, അതിനാണ് തക്കിയ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് അവർക്ക് പ്രതിഫലം ഉണ്ടെന്ന് ഖുർആന്റെ ഹദീസുകളിലൊക്കെ ഉണ്ട്. അതല്ലേ പറഞ്ഞ നിങ്ങൾ പിന്നെ മധു നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം മറച്ചു വെച്ചാൽ അതിനും പ്രതിഫലമുണ്ട്. ഒരു മുസ്ലിമിന്റെ ന്യൂനത വിളിച്ചു പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മദ്രസയിൽ കുണ്ടിക്കടിക്കുന്ന ഉസ്താദന്മാരുടെ ഒക്കെ പിടിക്കാനാണെങ്കിൽ ഒരു 10 മദ്രസ എടുത്താൽ ഒരു 9 മദ്രസയിൽ ഉസ്താദന്മാരകത്ത് പോകും. കാരണം ഈ മദ്രസ പീഡനം എന്റെ ബാല്യകാലത്തിൽ വരെ എനിക്കറിയാം, പണ്ടുപോലെ ഉള്ള. പക്ഷെ ഇവർ മറച്ചു വെക്കുന്നതാണ്. ഉസ്താദന്മാരെ രക്ഷിക്കും. കാരണം എന്നാൽ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം മറച്ചു വെച്ചാൽ അവന് പ്രതിഫലമുണ്ട് എന്ന് ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നതിന് പ്രതിഫലം ഉണ്ടെന്ന് ഖുർആനിലെ ഹദീസുകളുണ്ട്. അതാണ് ഇവരിവിടെ ഇങ്ങനെ കിടന്ന് വെളുപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ പണ്ടത്തെ പോലെ വെളുപ്പിരിപ്പം വരാത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണ്ടൊക്കെ നമ്മളൊക്കെ ഏത് റൂമിടുമ്പോഴും ഉസ്മാനെ പോലുള്ളവർ, ഈ നമ്മുടെ ഉക്രൈൻ സലീമിനെ പോലുള്ളവർ, ഹമീദിനെ പോലുള്ളവർ, റിയാസിനെ പോലുള്ള ഷറഫ്, അങ്ങനെയൊക്കെ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. വന്ന് കയറി വരുവാൻ ഇങ്ങനെ കിടന്ന് പറയുമായിരുന്നല്ലോ. ഇപ്പൊ വരാത്തെന്ന് വെച്ചാൽ രക്ഷയില്ല. അവർ ഓർത്തത് കുറെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഇപ്പൊ ഞാനോ അഭിലാഷോ ശങ്കരാടിയോ ബിനോയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. ഞങ്ങള് ഇങ്ങനെ കുറെ ഹദീസും ഖുർആനൊക്കെ ഓതുമ്പോഴത്തേനും അത് അങ്ങനെയൊക്കെ അപ്പൊ മാറ്റം വരും. ഇവരെയൊക്കെ നമുക്ക് ഇസ്ലാമിന്റെ ഒന്നുമില്ല, ഇസ്ലാമിനെ വിമർശിക്കാത്ത ആളെങ്കിലും ആക്കി എടുക്കാം, അങ്ങനെയൊക്കെയാണ് അവർ ഓർത്തത്. പക്ഷെ അവർക്ക് മനസ്സിലായി ഇനിയുള്ള കാലം നടക്കുകയാണ്. കാരണം അവര് ഓരോ ദിവസം അവര് ന്യായീകരിക്കാൻ വരുമ്പോഴും അന്ന് ഒരു നാസറ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് 1000 നാസർ കൊടിമരം ഉണ്ട് ക്ലബ് ഹൗസിൽ. ആയിരക്കണക്കിന് നാസർ കൊടിമരങ്ങൾ ഇന്ന് ക്ലബ് ഹൗസിലായി കഴിഞ്ഞു. അന്ന് ഒരാലങ്കാടനെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് 1000 ആലങ്കാട ബാഗുകൾ.